അവൾ 2 ജോലിക്കാരെയും കൊണ്ട് എന്തോ ലഗേജും താങ്ങി പിടിച്ച് അങ്ങോട്ടേക്ക് വരുന്നത് അവൻ കാണുന്നു. അവൻ വേഗം താഴെ ഇറങ്ങി വന്ന് പുറത്തേക്കിറങ്ങി ഓടാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അവർ അവിടെ എത്താറായതുകൊണ്ട് അവൻ തിരിഞ്ഞോടുന്നു. ഈ സമയത്ത് അവൻ്റെ കാലിൽ നിന്ന് ഒരു ചെരുപ്പ് ഊരിപ്പോകുന്നുണ്ട്. അത് എടുക്കാനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് അതില്ലാതെ തന്നെയാണ് അവൻ അകത്തേക്ക് കയറി വാതിലടച്ചത്. ആ ചെരുപ്പ് അവിടെ കിടക്കുന്നത് കണ്ടപ്പോഴേ ഹൂഷുവിന് സീൻ ഏകദേശം മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ചെരുപ്പ് കയ്യിലെടുത്തുകൊണ്ടാണ് അവൾ ഡോറിൽ ചെന്ന് മുട്ടിയത്. അവന് നൽകിയ റൂമിലെ ബെഡ് കുറച്ച് പഴയതാണ്. ഉറക്കത്തിലെങ്ങാനും അത് താഴെ വീണ് പോയാൽ ആകെ പ്രശ്നമാവില്ലേ. അതുകൊണ്ട് ആ ബെഡ് മാറ്റി പുതിയതൊരെണ്ണം വാങ്ങിക്കൊണ്ട് വന്നതാണ് എന്ന് അവൾ ഡോറിൽ തട്ടിക്കൊണ്ട് പറയുന്നു. ഷിയു ഒരു ഓൺലൈൻ മീറ്റിങ്ങിലായിരുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. അവനാണെങ്കിൽ ലാപ്ടോപ്പ് ഈ തിരക്കിനിടയിൽ ഓഫ് ചെയ്യാൻ മറന്നു പോവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അതിലുണ്ടായിരുന്ന ആൾ എന്താണ് അവിടെ നടക്കുന്നതെന്ന് വിളിച്ച് ചോദിക്കുന്നു. അങ്ങനെ അതിൻ്റെ ശബ്ദം പുറത്ത് നിൽപ്പുണ്ടായിരുന്ന ഹൂഷു കേൾക്കുന്നു. അതുകൊണ്ട് തന്നെ അവനകത്തുണ്ട് എന്ന് അവൾക്ക് ഉറപ്പാവുന്നു. ഇങ്ങനെ ശബ്ദം കേട്ടതുകൊണ്ട് തന്നെ ഷിയുവിന് എന്തെങ്കിലും മറുപടി നൽകിയാലേ പറ്റുകയുള്ളൂ. അവൻ വേഗം പോയി ലാപ്ടോപ്പ് ഓഫ് ചെയ്ത് വെച്ചിട്ട് ബെഡ് വാതിലിനടുത്ത് തന്നെ വെച്ചിട്ട് തിരികെ പോയിക്കോ, ഞാൻ പിന്നീട് എടുത്ത് വെച്ചോളാമെന്ന് അവൾ പറയുന്നു. പക്ഷേ അങ്ങനെ പറ്റില്ല. ഈ കൊണ്ടുവന്നാൽ തന്നെ അത് ഇൻസ്റ്റാൾ ചെയ്താലേ ശരിയാവുകയുള്ളൂ. മാത്രമല്ല അതവിടെ വെച്ചിട്ട് അവർക്ക് എൻ്റെ ഫോട്ടോ എടുക്കണം, എന്നാലേ അവർ പോവുകയുള്ളൂ എന്നൊക്കെ ഹൂഷു പറയുന്നു. അങ്ങനെ അവന് വാതിൽ തുറക്കേണ്ട അവസ്ഥയാവുന്നുണ്ട്. അവൻ്റെ ഭാഗ്യത്തിന് ഈ സമയത്ത് ഗോങ് അവനെ വിളിക്കുന്നുണ്ട്. ക്ലബിലേക്ക് ചെല്ലുന്നതെന്ന് ചോദിച്ചായിരുന്നു ഗോങ് വിളിച്ചത്. ഇവിടെ അവൾ വന്ന് വാതിൽ നിൽക്കുകയാണ്, എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ. അങ്ങനെ ഗോങ് അപ്പോൾ തന്നെ അവളുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. എനിക്ക് റൂം കുറച്ചൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട്, അതിനുള്ള ടൈം തരണം. അപ്പോഴേക്കും അവിടുത്തെ ആ മാനേജ്മെൻറ്റ് ഓഫീസിൽ ചെന്ന് ഒരു ബില്ല് എടുക്കാനുള്ളത് എടുത്തുകൊണ്ട് വരാമോ എന്ന് ഗോങ് അവളോട് ചോദിക്കുന്നു. അവർക്ക് കുറച്ച് ടൈം വേണ്ടതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് അവൾക്കറിയാം. എന്നാലും അത് സമ്മതിച്ച് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ ജോലിക്കാരെയും പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു. ഈ സമയത്ത് ഗോങ് അവിടെ എത്തുന്നുണ്ട്. പക്ഷേ അവൻ്റെ റൂം മാറിപ്പോകുന്നു. അപ്പുറത്തെ റൂമിൻ്റെ ഡോർ തുറന്ന് കിടക്കുന്നത് കണ്ട് അതായിരിക്കും അവൻ്റെ റൂമെന്ന് കരുതി അവൻ ആ റൂമിലേക്കാണ് ചെന്ന് കയറിയത്. പുറത്തു നിൽപ്പുണ്ടായിരുന്ന ഹൂഷു ഇവൻ വരുന്നത് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. തൊട്ട് പിറകെ തന്നെ അവൾ അകത്തേക്ക് കയറി വരുന്നതുകൊണ്ട് ഗോങ്ങിന് പിന്നെ പുറത്തേക്ക് ഇറങ്ങി വന്ന് മറ്റേ റൂമിലേക്ക് കയറാനുള്ള സമയവും കിട്ടുന്നില്ല. ആ റൂമിൽ നിന്നുകൊണ്ട് ഗോങ് ഉടനെ ഷിയുവിനെ വിളിക്കുന്നു. ഇനി വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൻ ബാൽക്കണി വഴി ഷിയുവിൻ്റെ സഹായത്തോടെ കയറുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ ആ റൂമിനുള്ളിൽ എത്തിപ്പെടുന്നു. അവന് ചേഞ്ച് ചെയ്യാനായിട്ട് ഷിയു ഒരു ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അതും ധരിച്ചുകൊണ്ടാണ് ഗോങ് ചെന്ന് വാതിൽ തുറന്നത്. കുറച്ചു മുമ്പ് വേറെ ഡ്രസ്സിൽ അവൻ കയറിപ്പോകുന്നതും ഇപ്പോൾ ഇങ്ങനെ ഡ്രസ്സ് മാറി വരുന്നതുമൊക്കെ കണ്ട് ഹൂഷു ആകെ ചിരി അടക്കി പിടിച്ച് നിൽക്കുകയാണ്. ഇവിടം റെൻറ്റിന് കൊടുക്കാൻ തീരുമാനിച്ച ശേഷം ഞാൻ പുതിയൊരു അലമാര വാങ്ങിയിരുന്നു. ആ സമയത്ത് കിട്ടിയൊരു ഓഫർ വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ബെഡും കൂടി വാങ്ങിയത്. അതുകൊണ്ട് കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്തേക്കാം എന്ന് കരുതി എന്നൊക്കെ അവൾ പുതിയ ബെഡ് വാങ്ങിയതിന് റീസണായി പറയുന്നുണ്ട്. ജോലിക്കാരെ കൊണ്ട് ബെഡ് ഇൻസ്റ്റാൾ ചെയ്യാനായി അവൾ അകത്തേക്ക് കയറുന്നു. ഈ സമയത്ത് നേരത്തെ ഊരിപ്പോയ ഷിയുവിൻ്റെ ചെരുപ്പ് അവൾ അകത്തുകൊണ്ട് വെക്കുന്നുണ്ട്. ഗോങ് ആണെങ്കിൽ ഇത് ശ്രദ്ധിക്കുന്നതുമില്ല. ജോലിക്കാർ ബെഡുമായി മുകളിലേക്ക് പോയ സമയത്ത് ഹൂഷു ഓരോ കാരണം പറഞ്ഞ് അവിടെ ബാത്റൂമും ബാക്കിയുള്ള സ്ഥലങ്ങളുമൊക്കെ ചെക്ക് ചെയ്യുന്നു. ഷിയു അവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ട് എന്ന് അവൾക്കറിയാം. അവനെ കൈയോടെ പിടിക്കാനുള്ള തിരച്ചിലാണ് അവൾ. പക്ഷേ താഴെയൊന്നും അവനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൻ മുകളിലായിരിക്കുമെന്ന് അവൾ ഊഹിക്കുന്നു. ജോലിക്കാർ തിരികെ വന്നു കഴിഞ്ഞപ്പോൾ ഇനി കുറച്ച് ഓൾഡ് ഫർണിച്ചർ കൂടി അവിടെ ഇരിപ്പുണ്ട്, അതിനൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് അവൾ ഇടിച്ചു കയറി മുകളിലേക്ക് പോകുന്നു. ഗോങ്ങിന് അവളെ തടയാൻ പറ്റുന്നില്ല. അവൾ പുതിയതായി വാങ്ങിയ അലമാരയ്ക്കുള്ളിലായിരുന്നു ഷിയു ഒളിച്ചിരിപ്പുണ്ടായിരുന്നത്. ഹൂഷു അവിടെ എത്തി ബാക്കിയുള്ള സ്ഥലത്തൊക്കെ തിരിഞ്ഞ ശേഷം പതുക്കെ അലമാരയുടെ ഡോർ ഓരോന്നായി തുറക്കുന്നുണ്ട്. ഭാഗ്യത്തിന് അവൻ ഇരിക്കുന്ന സ്ഥലത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ അവൾക്ക് അമ്മയുടെ കോൾ വരുന്നു. അങ്ങനെ അവളുടെ ശ്രദ്ധ ഒന്ന് മാറുന്നുണ്ട്. അന്ന് അവളെ വീട്ടിലേക്ക് ഡിന്നർ കഴിക്കാൻ ക്ഷണിച്ചുകൊണ്ടായിരുന്നു അവൾ വിളിച്ചത്. വേഗം ചെല്ലാമെന്ന് പറഞ്ഞ് അവൾ ഫോൺ വെച്ചിട്ട് വീണ്ടും അലമാരയുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അതിലെൻ്റെ കുറച്ച് പേഴ്സണൽ സാധനങ്ങളാണ് ഉള്ളത്, അതുകൊണ്ട് നോക്കിയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് ഗോങ് അവളെ തടയുന്നുണ്ട്. അതുകൊണ്ട് മാത്രം ഷിയു രക്ഷപ്പെട്ടു. കൂടുതൽ വാശി പിടിക്കാനൊന്നും നിൽക്കാതെ ഹൂഷു തിരികെ പോകുന്നുണ്ട്. പക്ഷെ അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ താൻ ഉദ്ദേശിച്ച കാര്യം സാധിച്ചതിൻ്റെ സന്തോഷത്തോടെ തുള്ളിച്ചാടിക്കൊണ്ടാണ് അവൾ പോയത്. അവളുടെ മുന്നിൽ തങ്ങളുടെ കള്ളത്തരമൊന്നും പൊളിഞ്ഞില്ല എന്ന സന്തോഷത്തിലായിരുന്നു ഗോങ്. ഷുയുവും അതേ വിശ്വാസത്തിൽ തന്നെ ആയിരുന്നു. പക്ഷെ താഴെ എത്തി തൻ്റെ മറ്റേ ചെരുപ്പോടെ കിടക്കുന്നത് കണ്ടപ്പോൾ താൻ ഇവിടെയുള്ള കാര്യം അവൾക്ക് മനസ്സിലായി എന്ന് അവന് മനസ്സിലാകുന്നു. കാരണം ഗെയിമിൽ വെച്ച് 3-4 തവണ അവളുടെ ബുദ്ധി അവൻ നേരിട്ട് കണ്ടതാണല്ലോ. അതുകൊണ്ട് തന്നെ തനിക്കുള്ള സൂചനയായിട്ടാണ് അവൾ അത് അകത്തുകൊണ്ട് വെച്ചതെന്ന് അവന് മനസ്സിലാവുന്നു. പക്ഷേ ഗോങ് ഇപ്പോഴും അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. അവൾ നമ്മളെ ഒട്ടും സംശയിച്ചിട്ടില്ല, നല്ല വിശ്വാസത്തിൽ തന്നെയാണ് അവൾ പോയത് എന്നൊക്കെ ഗോങ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പഴയ ഫർണിച്ചർ മാത്രമേ ചെക്ക് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഇപ്പോൾ പുതിയതായി വാങ്ങിയ അലമാര അവളിപ്പോൾ ചെക്ക് ചെയ്തത്? ഉറപ്പായിട്ടും അവൾക്ക് സംശയം തോന്നി കാണണമെന്ന് ഷിയു പറയുന്നു. അതോടെ ഗോങ്ങിനും അത് സമ്മതിക്കേണ്ടി വരുന്നു. എന്തായാലും അതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ച് മെനക്കെടാനൊന്നും അവൻ നിൽക്കുന്നില്ല. ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവാതെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇങ്ങനെ വന്ന് സഹായിച്ചതിന് പകരമായി തനിക്ക് വേണ്ടി ഒരു ഗെയിം കൂടി കളിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് അവൻ തിരികെ പോകുന്നു. ഹൂഷു അവളുടെ വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും നേരം വൈകിയിരുന്നു. അച്ഛനും അമ്മയും കൂടി അവൾക്ക് വേണ്ടി ഫുഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളും കൂടി സഹായിക്കാൻ ചെല്ലുന്നുണ്ടെങ്കിലും അവൾ ഇത്രയും നേരം ഓഫീസിൽ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് വരുന്നതല്ലേ, അതുകൊണ്ട് റെസ്റ്റ് എടുത്താൽ മതിയെന്ന് പറഞ്ഞ് അവർ അവളെ മാറ്റിയിരുത്തുന്നുണ്ട്. ജോലി നഷ്ടപ്പെട്ട വിവരം ഹൂഷു ഇതുവരെ അവരോട് പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവൾക്ക് ചെറിയ കുറ്റബോധം തോന്നുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവൾ അതിനെപ്പറ്റി പറയുന്നില്ല.
എൻഗേജ്മെൻറ്റ് ബ്രേക്ക് ആയത് കാരണം കുറേ നാൾ ലീവ് എടുത്ത ശേഷമൊക്കെ ആയിരുന്നല്ലോ അവൾ ജോലിക്ക് പോയി തുടങ്ങിയത്. അതുകൊണ്ട് അവളുടെ ബോസിന് എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടെങ്കിൽ അത് മാറിക്കോട്ടെ എന്ന് കരുതി അവളുടെ അച്ഛൻ ബോസിന് നൽകാനായി ഒരു ഗിഫ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ അവളെ അതെടുത്ത് കാണിക്കുന്നു. പക്ഷേ അത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള എന്തോ ഡ്രിങ്കാണ്, അതുകൊണ്ട് തന്നെ അത് നൽകേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഹൂഷു പറയുന്നുണ്ടെങ്കിലും ഇടയ്ക്കൊക്കെ ബോസിന് ഇങ്ങനെയൊക്കെ ഗിഫ്റ്റ് നൽകുന്നത് നല്ലതാണ്, അത് നിൻ്റെ ജോലി കൂടുതൽ സേഫ് ആക്കും എന്ന് പറഞ്ഞ് അമ്മ അവളെ അത് കൊണ്ടുപോകാൻ നിർബന്ധിക്കുന്നു. അത് പാക്ക് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞ് ഹൂഷു എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ തന്നെ കർട്ടന് പുറകിൽ ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. അതിനൊക്കെ ശേഷം അവർ ഫുഡൊക്കെ റെഡിയാക്കി ഒരുമിച്ചിരുന്ന് കഴിക്കാൻ തുടങ്ങുന്ന സമയത്താണ് ഹൂഷു മുമ്പ് അവളുടെ ബയോഡേറ്റ അയച്ച ഒരു കമ്പനിയിൽ നിന്ന് അവൾക്ക് ഇൻ്റർവ്യൂവിനുള്ള കോൾ വരുന്നത്. വളരെ പോപ്പുലറായിട്ടുള്ള സുലിംഗ് എന്ന ഗ്രൂപ്പിൽ നിന്നാണ് അവൾക്ക് കോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിളി വന്നപ്പോൾ തന്നെ അവൾ വളരെ എക്സൈറ്റഡ് ആവുന്നുണ്ട്. ജോലിയുടെ കാര്യത്തെപ്പറ്റി അച്ഛനും അമ്മയ്ക്ക് അറിയാത്തതുകൊണ്ട് അവൾ വേഗം പുറത്തേക്ക് ഓടിപ്പോയാണ് കാര്യം എന്താണെന്ന് അന്വേഷിച്ചത്. അടുത്ത ദിവസം ഇൻ്റർവ്യൂവിന് ചെല്ലാൻ അവർ അവളോട് പറയുന്നു. ആർക്കിടെക്ചർ ഫീൽഡിലെ വളരെ പോപ്പുലറായിട്ടുള്ളൊരു കമ്പനി ആയതുകൊണ്ട് തന്നെ ഹൂഷു വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. സമയത്ത് ചെല്ലാമെന്നും അവൾ അറിയിക്കുന്നു. അവൾ തിരികെ ചെന്നിരുന്നപ്പോൾ അച്ഛനും അമ്മയ്ക്കും അവളിങ്ങനെ സീക്രട്ടായിട്ട് പോയി ഫോൺ ചെയ്തിട്ട് വന്നതൊക്കെ സംശയമുണ്ടാക്കുന്നുണ്ട്. ഇനി തങ്ങൾ അറിയാതെ അവൾ പുതിയ റിലേഷൻഷിപ്പിൽ വല്ലതുമായോ എന്നാണ് അവരുടെ സംശയം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യമേ തന്നെ തങ്ങളോട് പറയണം, മുമ്പ് പറ്റിയതുപോലെ ഒരു അബദ്ധം അവൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടതൊക്കെ ചെയ്യണം എന്നവർ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ഇതൊരു സ്പാം കോളായിരുന്നു എന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറുന്നു. ഹൂഷു പുതിയതായി കൊണ്ടിട്ട ബെഡിൻ്റെ സൈഡിലും ബമ്പർ പാഡ് ഇട്ടിച്ചിരിക്കുന്നത് അന്ന് രാത്രി കിടക്കാൻ നേരത്ത് ഷിയു ശ്രദ്ധിക്കുന്നുണ്ട്. അന്ന് പക്ഷേ അവന് ഉറങ്ങാൻ കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പുറത്തു നിന്ന് ഓരോ വണ്ടിയുടെ സൗണ്ടും അതേപോലുള്ള പല ഡിസ്റ്റർബൻസും കാരണം അവൻ്റെ ഉറക്കം തടസ്സപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ശബ്ദമൊന്നും കേൾക്കാതിരിക്കാൻ വേണ്ടി ഇയർപാഡ് എടുത്ത് വെക്കുന്നുണ്ടെങ്കിലും എന്നിട്ട് പോലും അത് തുളച്ച് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അന്ന് രാത്രി അവൻ സമാധാനത്തെ ഉറങ്ങിയില്ലെന്ന് തന്നെ പറയാം. അടുത്ത ദിവസമാണല്ലോ ഹൂഷുവിന് ഇൻ്റർവ്യൂവിന് പോകേണ്ടത്. അവിടേക്ക് പോകുന്നതിന് മുമ്പ് അവൾക്ക് വീട്ടിൽ നിന്ന് ഒരു സാധനം എടുക്കാറുണ്ട്. അതുകൊണ്ട് അന്ന് അങ്ങോട്ടേക്ക് ചെല്ലേണ്ട ആവശ്യമുണ്ട്. എപ്പോഴാണ് അവിടെ ഉണ്ടായിരിക്കുക എന്ന് ചോദിച്ച് അവൾ ഗോങ്ങിന് മെസ്സേജ് അയക്കുന്നു. ഇപ്പോൾ ചെന്നോളാൻ അവൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും ഇങ്ങനെ നാടകം കളിച്ച് മതിയായില്ലേ എന്ന് അവൾ അത്ഭുതപ്പെടുന്നുണ്ട്. എന്തായാലും അവൾക്ക് പോയല്ലേ പറ്റുകയുള്ളൂ. അങ്ങനെ അവൾ അങ്ങോട്ടേക്ക് പോകുന്നു. ശരിക്കും ഷിയു പറഞ്ഞിട്ടായിരുന്നു ഗോങ് അങ്ങനെ ചെന്നോളാൻ പറഞ്ഞത്. തലേദിവസം രാത്രി ഉറങ്ങാൻ പറ്റാതിരുന്നത് ഹൗസ് ഓണറായ അവളോട് കള്ളം പറയുന്നത് കൊണ്ടാണോ എന്ന് ഷിയുവിന് സംശയമുണ്ട്. അവിടുത്തെ ഫെങ്ഷുയുടെ പ്രശ്നമായിരിക്കും എന്നവൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം അവളോട് തുറന്ന് പറഞ്ഞ് ക്ലീൻ ആവാമെന്ന് അവനിപ്പോൾ വിചാരിക്കുകയാണ്. അതുകൊണ്ടാണ് അവളോട് വന്നോളാൻ പറഞ്ഞത്. അങ്ങനെ എല്ലാം തുറന്ന് പറഞ്ഞു കഴിയുമ്പോൾ എഗ്രിമെൻറ്റ് മാറ്റി എഴുതുന്ന കാര്യം മറക്കണ്ട എന്ന് ഗോങ് അവനെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഫ്രിഡ്ജിന് മുകളിലിരിക്കുന്ന എന്തോ ബോക്സ് എടുക്കാനാണ് ഹൂഷു അങ്ങോട്ടേക്ക് വരുന്നതെന്ന് അവനോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് അവളെ ഹെൽപ്പ് ചെയ്യാനായി ഷിയു തന്നെ അത് ഫ്രിഡ്ജിന് മുകളിൽ നിന്നെടുത്ത് ടേബിളിൻ്റെ പുറത്ത് വയ്ക്കുന്നുണ്ട്. ആ സമയത്താണ് അതിനുള്ളിലിരിക്കുന്ന ഒരു ബുക്ക് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഡൈനാമിസം എന്ന് എഴുതിയിരിക്കുന്ന ആ ബുക്ക് കണ്ടപ്പോൾ ഹൂഷുവിൻ്റെ ജോലി എന്താണ് എന്ന് അവൻ ഗോങ്ങിനോട് ചോദിക്കുന്നുണ്ട്. ആർക്കിടെക്റ്റ് ഫീൽഡിൽ വല്ലതുമാണോ അവളുള്ളതെന്നാണ് അവൻ്റെ സംശയം. പക്ഷേ അങ്ങനെ ഒരു ഫീൽഡിലല്ല, ഏതോ ഒരു ജനറൽ മാനേജറുടെ അസിസ്റ്റൻ്റായി വർക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ജോലി റിസൈൻ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ റൂം റെൻറ്റിന് വന്നിരിക്കുന്നത് എന്നൊക്കെ ഗോങ് അവനെ അറിയിക്കുന്നു. ആർക്കിടെക്റ്റുമായി ബന്ധപ്പെട്ട ബുക്കുകളാണ് അതിലുള്ളതെന്ന് ഷീവിന് മനസ്സിലായിരുന്നു. അതുകൊണ്ടാണ് അവൻ അതിനെപ്പറ്റി ചോദിച്ചത്. ഹൂഷു അവിടെ എത്തിയ സമയത്ത് അവൻ അവിടെ ഉണ്ടായിരുന്നില്ല. അത്യാവശ്യമായി പുറത്തേക്ക് പോകേണ്ടി വന്നു. അതുകൊണ്ട് കീ അവിടെ മാറ്റിനടിയിൽ വെച്ചിട്ടുണ്ട് എന്ന് ഗോങ് അവൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അങ്ങനെ അതുമെടുത്ത് ഹൂഷു അകത്തേക്ക് കയറുന്നു. തനിക്ക് ആവശ്യമുള്ള ബോക്സ് മേശപ്പുറത്തെടുത്ത് വെച്ചിരിക്കുന്ന കണ്ടപ്പോൾ അവൾ ഹാപ്പി ആവുന്നുണ്ട്. അതിൽ നിന്ന് അവൾക്ക് ആവശ്യമുള്ള ഒരു സാധനവും എടുത്തുകൊണ്ട് അവൾ ഇൻ്റർവ്യൂവിനായി പോകുന്നു. ഷിയു ഈ സമയം പുറത്തൊരിടത്തുകൂടി നടന്ന് ആ പ്രദേശത്തിൻ്റെ ഒരു സ്കെച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് അവിടെയുള്ള ഓരോന്നും അവൻ വരച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. സാഹുയുടെ ഹസ്ബൻഡിന് ജോലിയിൽ നല്ല തിരക്കായതുകൊണ്ട് ഹൂഷു ഇങ്ങനെ കഫേക്ക് മുകളിൽ താമസിക്കുന്ന വിവരം പറയാനായിട്ട് വരെ ടൈം കിട്ടിയിരുന്നില്ല. ഇപ്പോഴാണ് അവൾ ഹസ്ബൻഡിനോട് അക്കാര്യം പറയുന്നത്. പക്ഷെ അവളത് പറയുമ്പോഴും അവനത് അത്ര കാര്യമായി ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ലാപ്ടോപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൾ അടുത്തേക്ക് എന്ന് അതിനെപ്പറ്റി ചോദിക്കുന്നു. അപ്പോഴാണ് നമുക്ക് കുറേ കൂടി വലിയൊരു വീടുണ്ടായിരുന്നെങ്കിൽ അവിടെ തന്നെ അവളെ കൂടി താമസിപ്പിക്കാമായിരുന്നല്ലോ. ഇങ്ങനെ കഫേയുടെ മുകളിലൊന്നും താമസിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. ഇതിപ്പോൾ ചെറിയ സ്ഥലമായതുകൊണ്ട് നമ്മുടെ ബന്ധുക്കൾക്കോ ഫ്രണ്ട്സിനോ ഒന്നും ഇവിടെ വന്ന് നിൽക്കാനൊന്നും പറ്റുന്നില്ലല്ലോ എന്ന പരിഭവം അവൻ പറഞ്ഞത്. പക്ഷേ ഹൂഷു അങ്ങനെയൊന്നും വിചാരിക്കുകയില്ല. ഇനി നമുക്ക് വലിയ വീടാണെങ്കിൽ പോലും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് അവൾ ഒരിക്കലും നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കുകയില്ല എന്ന് സാഹു പറയുന്നുണ്ട്. ഹസ്ബൻഡിൻ്റെ ജോലി തിരക്ക് കാരണം ഇവരിങ്ങനെ ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ടൊക്കെ കുറേ നാളുകളാവുന്നു. അതുകൊണ്ട് അന്ന് ഒരുമിച്ചിരുന്ന് അവൾക്ക് ഇഷ്ടമുള്ള ഒരു ഹൊറർ സിനിമ കാണാമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ഒരു മൂവി കാണാനായി ഇരിക്കുന്നുണ്ട്. സാഹു നല്ല ഇൻട്രസ്റ്റോടെ മൂവി കാണുന്നുണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ഉറങ്ങിക്കിടക്കുന്നതാണ് കാണുന്നത്. അത് അവളെക്കുറിച്ച് വിഷമിപ്പിക്കുന്നുണ്ട്. ഹൂഷു ഇൻ്റർവ്യൂവിനായി പോകുന്ന സമയത്ത് വഴിയിൽ കണ്ടൊരു ബിൽഡിംഗ് കൗതുകത്തോടെ നോക്കുന്നുണ്ട്. അവളെ വളരെയധികം അട്രാക്ട് ചെയ്തൊരു ബിൽഡിംഗ് ആയിരുന്നു. അത് ശരിക്കും ഒരു ബുക്ക് സ്റ്റോറാണ്. ആ ബിൽഡിംഗ് ഓപ്പൺ ആക്കിയ സമയത്ത് അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുന്നതിന് വേണ്ടി അവൾ അവിടെ പോയി കുറേ ഫോട്ടോസൊക്കെ എടുക്കുകയും മറ്റും ചെയ്തിരുന്നു. അതിൻ്റെ ഡിസൈനറെ അവൾക്ക് വലിയ ഇഷ്ടമാണ്. അയാളെ റോൾ മോഡൽ പോലെയാണ് അവൾ കാണുന്നത്.
അങ്ങനെ ആ ഫീൽഡിൽ തന്നെ തുടരണമെന്നൊക്കെ വിചാരിച്ച് അവൾ അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അച്ഛന് സുഖമില്ല എന്ന് അമ്മ വിളിച്ച് പറയുന്നത്. അച്ഛനാണെങ്കിൽ ഉടനെ സർജറി ആവശ്യവുമാണ്. അതുകൊണ്ടാണ് അവൾക്ക് അന്ന് ആ സ്വപ്നം വേണ്ടെന്ന് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറേണ്ടി വന്നത്. ഇപ്പോൾ അതൊക്കെ ഓർത്തപ്പോൾ അവൾക്ക് ചെറിയ വിഷമം ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും വീണ്ടും ആർക്കിടെക്റ്റ് ഫീൽഡിലേക്ക് പോകാനൊരു ചാൻസ് കിട്ടിയിരിക്കുകയാണല്ലോ. അങ്ങനെ പുതിയൊരു പ്രതീക്ഷയുമായിട്ടാണ് അവൾ ഇൻ്റർവ്യൂവിന് ചെല്ലുന്നത്. 3 പേരായിരുന്നു അവളെ ഇൻ്റർവ്യൂ ചെയ്യാനായി വന്നത്. പക്ഷേ അവളുടെ പ്രതീക്ഷകളെല്ലാം നശിപ്പിച്ചുകൊണ്ട് അവളെ ആർക്കിടെക്റ്റിൻ്റെ ജോലിക്കായിരുന്നില്ല അവർ ഇൻ്റർവ്യൂ ചെയ്യാനായി ഉദ്ദേശിച്ചത്. അവളുടെ ബയോഡേറ്റ കണ്ടപ്പോൾ 3 വർഷമായിട്ട് അവൾ ഒരാളുടെ അസിസ്റ്റൻ്റായി വർക്ക് ചെയ്യുകയാണ് എന്ന് കണ്ട് ഇവിടുത്തെ ജനറൽ മാനേജർക്ക് ഒരു അസിസ്റ്റൻറ്റിനെ എമർജൻസി ആയിട്ട് ആവശ്യമുണ്ടായിരുന്നു. ആ ജോലിക്കായിരുന്നു ഇവളെ ഇൻ്റർവ്യൂ ചെയ്യാനായി വിളിച്ചത്. അതറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉഷു ആകെ നിരാശയാവുന്നു. അവൾ കോളേജ് ടൈമിൽ ചെയ്ത ഒരു പ്രോജക്റ്റ് മോഡലുമായിട്ടായിരുന്നു അങ്ങോട്ടേക്ക് വന്നത്. അതൊന്ന് കാണാൻ പോലുള്ള ക്ഷമ അവർ കാണിക്കുന്നില്ല. അന്ന് ആ പ്രോജക്റ്റ് ചെയ്തതിന് അവൾക്ക് കോളേജ് തലത്തിൽ അവാർഡൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അത് വളരെ നല്ല കാര്യമാണ്. അങ്ങനെ പഠിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഒന്നും ഇങ്ങനെ മെഡലുകൾ വാങ്ങിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ആ കഴിവിനൊക്കെ അവർ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവർക്ക് ആർക്കിടെക്റ്റിൻ്റെ വേക്കൻസി ഒന്നുമില്ല. ഈ ജോലിക്ക് അവൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം എന്നവർ അറിയിക്കുന്നു. മറ്റേ ജോലിയേക്കാൾ കൂടുതൽ ശമ്പളം കിട്ടുമെന്നും അവർ പറയുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഹുഷു ഇനി ആ കരിയറിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ആർക്കിടെക്റ്റ് എന്ന സ്വപ്നവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണല്ലോ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അവൾ ആ ജോലി ഏറ്റെടുക്കാൻ തയ്യാറാവാതെ അവിടെ നിന്ന് തിരികെ പോകുന്നുണ്ട്. നല്ല വിഷമത്തിലാണ് അവൾ തിരിച്ചിറങ്ങിയത്. അവൾ ലിഫ്റ്റിനടുത്ത് ചെല്ലുമ്പോൾ അവിടെ കുറേ പേർ അതിനുള്ളിലേക്ക് കയറാനായി നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ ഡോർ തുറന്ന് അകത്ത് നിൽക്കുന്ന ആളെ കണ്ടപ്പോൾ ആരും കയറുന്നില്ല. പൂശു ആണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ അതിനുള്ളിലേക്ക് കയറിയിട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്ന ആളിനോട് എനിക്ക് താഴത്തെ ഫ്ലോറിലേക്കാണ് പോകേണ്ടത്, കീ ഒന്ന് പ്രസ് ചെയ്തേക്കാൻ പറയുന്നുണ്ട്. അയാൾ അവളെ കുറച്ച് അമ്പരപ്പോടെ ഒന്ന് നോക്കിയിട്ട് എന്തായാലും കീ പ്രസ് ചെയ്യുന്നു. പുറത്ത് നിൽപ്പുണ്ടായിരുന്നവരൊക്കെ അയാൾക്കൊപ്പം കയറിപ്പോകാൻ അവൾക്ക് എങ്ങനെ ധൈര്യം വന്നു എന്ന രീതിയിൽ സംസാരിക്കുന്നുമുണ്ട്. കാരണം ആ കമ്പനിയുടെ ജനറൽ മാനേജറായിരുന്നു അത്. പൂശു പക്ഷേ അയാളെ ഒന്ന് കണ്ടതുപോലുമില്ല. അവളാകെ ഡിസ്റ്റർബായിട്ട് വളരെ നിരാശയായിട്ട് നിൽക്കുന്ന സമയമാണല്ലോ. അവളിങ്ങനെ ഇടയ്ക്ക് നെടുവേർപ്പെടുന്നതൊക്കെ അയാളും ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവളുടെ കയ്യിലിരിക്കുന്ന ബോക്സിലേക്കും അയാളൊന്ന് ശ്രദ്ധിക്കുന്നു. അങ്ങനെ അവളുടെ ബയോഡേറ്റ ചെറുതായിട്ടൊന്ന് അയാൾ കാണുന്നുണ്ട്. അവൾ ഇൻ്റർവ്യൂവിന് വന്നതാണെന്ന് മനസ്സിലാവുന്നു. താഴത്തെ ഫ്ലോർ എത്തിയപ്പോൾ ഹൂഷു അയാൾക്ക് നന്ദിയും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. എന്തായാലും ഇങ്ങനെ ഒരു മീറ്റിംഗ് ആയതുകൊണ്ട് തന്നെ അയാൾ അവളെ കുറിച്ചൊന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ അത്യാവശ്യമായിട്ട് ആരോ മീറ്റ് ചെയ്യാൻ പോവുകയായിരുന്നതിനാൽ അവനതിന് കൂടുതൽ ശ്രദ്ധ നൽകാതെ ആ മീറ്റ് ചെയ്യാൻ വന്ന ആളിനെ പോയി കാണുന്നു. ഏതോ ഫേമസ് ഗ്രൂപ്പിൻ്റെ ചെയർമാനായ ഷിയയാണത്. അവർ തമ്മിൽ നേരത്തെ പരിചയമുണ്ടെന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവും. ഈ ഷിയയുടെ ഗ്രൂപ്പ് ഇപ്പോൾ ഏതോ ഒരു മെയിൻ പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം പല ആർക്കിടെക്റ്റ് ഗ്രൂപ്പുകളിൽ നിന്നും ഡിസൈനുകൾ ക്ഷണിച്ചിട്ടുണ്ട്. ഈ സൂലിംഗ് ഗ്രൂപ്പും അതിൽ പങ്കെടുക്കുന്നുണ്ട്. തങ്ങളുടെ ഓപ്പോസിറ്റ് ഗ്രൂപ്പായ ഡൈനാമിസം ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇവനിപ്പോൾ ഇദ്ദേഹവുമായി ഇങ്ങനെ ഒരു പ്രൈവറ്റ് കൂടിക്കാഴ്ച നടത്തിയത്. അദ്ദേഹത്തിൽ നിന്ന് ഡൈനാമിസവും ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലാവുന്നു. ഡൈനാമിസം എന്ന് പറയുന്നത് വളരെ അടുത്ത കാലത്ത് ഉണ്ടായി വന്ന ഒരു കമ്പനിയാണ്. പക്ഷേ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഈ സൂലിങ്ങിൻ്റെ പല മെയിൻ പ്രോജക്റ്റുകളും അവർ അവരുടെ മിടുക്കുകൊണ്ട് തട്ടിയെടുക്കുകയുണ്ടായി. അതുകൊണ്ട് സൂലിങ്ങിൻ്റെ മെയിൻ ശത്രുവാണ് ഡൈനാമിസം ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഈ പ്രോജക്റ്റെങ്കിലും അവർക്ക് പോവാതെ തങ്ങൾക്ക് തന്നെ നേടിയെടുക്കണമെന്നൊരു വാശി അവനുണ്ടെന്ന് തോന്നുന്നു.